ഹലോ നമസ്കാരം. ഞാൻ ഇന്നൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചേർക്കേണ്ട 1.5 ഗ്ലാസ് വെള്ളം വേണം. ഈ 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുരിങ്ങയുടെ ഇലയാണ്. ഒരു കൈപ്പിടി മുരിങ്ങ ഇല മതി. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മുരിങ്ങയിലയുടെ സത്തൊക്കെ അതിൽ നല്ലതുപോലെ ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് 1.5 ഗ്ലാസ് വെള്ളം വെക്കുന്നത്. ഈ 1.5 ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കുക. ഒന്ന് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുത്ത് അതിനെ ഇനി ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഇത് ചെറു ചൂടോടുകൂടി ഈ വെള്ളത്തിൽ നമ്മുടെ ഒരു നാരങ്ങയുടെ പകുതി, ചെറിയ നാരങ്ങയാണെങ്കിൽ പകുതി, വലിയ നാരങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം നാരങ്ങയുടെ, അതായത് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ 2 പോർഷൻ ഉണ്ടല്ലോ, അതിൽ ഹാഫ് പോർഷനിൽ 1/4 ഭാഗത്തോളം പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഓപ്ഷണലാണ്, ഹണി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഹണി ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഹണി ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കുടിക്കുക. അതായത് ഉറക്കം എഴുന്നേറ്റ് ഉടനെയാണ് കുടിക്കേണ്ടത്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്നതിന് മുന്നേ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 അവർ കഴിഞ്ഞിട്ട് ബെഡ് കോഫി എന്തെങ്കിലും കുടിക്കണമെങ്കിൽ കുടിക്കാം. ഇല്ലാത്തവർക്ക് കുടിക്കണ്ട. ഞാൻ എന്തായാലും ഒരു കോഫി കുടിക്കും, കാരണം എനിക്ക് ഈ കോഫി കുടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തലവേദന എടുക്കും കോഫി കുടിച്ചില്ലെങ്കിൽ, വൈകിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഇച്ചിരി പാടാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്. എന്നിരുന്നാലും പതിയെ പതിയെ മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പം ഞാനത് പതിയെ പതിയെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഡ്രിങ്കിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അതായത് നമ്മുടെ വേൾഡ് ആയുർവേദിക് ഹെൽത്ത് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും, അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ തൈറോയിഡിന് ബെസ്റ്റാണ് കേട്ടോ. തൈറോയിഡിനും ഡയബറ്റിക്സിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് എന്നോട് മറ്റൊരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വെയിറ്റ് ലോസ് ചാലഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസ് ചാലഞ്ച് ഏറ്റെടുക്കുക. ഒരു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒപ്പം കൂടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ അതിൻ്റെ ഡയറ്റും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.